ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചായക്കടി തയ്യാറാക്കിയാലോ? നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് നമ്മൾ ചായക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു 150 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അവൽ ചുവന്ന അരിയുടെ അവലാണ്. വെള്ള അരി അവലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതൊരു 3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. 3 തവണ നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോൾ ഈ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ഇതിനോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഈ അരിഞ്ഞേക്കുന്നതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. മല്ലിയിലയാണെങ്കിൽ ഒന്നുകൂടെ മണവും ടേസ്റ്റുമാണ്. പിന്നെ എരിവിനാവശ്യമുള്ള മുളക് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആ അവലിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഫ്രഷായിട്ട് ചതച്ചിട്ട് ആ ഒരു പേസ്റ്റ് 1 ടീസ്പൂൺ ഒന്നിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ 150 ഗ്രാം അവലിന് ഈ ഒരു കോഴിമുട്ട മതി കേട്ടോ. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയും അവലും എല്ലാം കൂടെ ചേർത്ത കൂട്ടിലോട്ട് ഇതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ മുട്ടയിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്, നമ്മൾ അവലിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് നിങ്ങൾ പാകമല്ല എന്ന് കാണുന്നെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തില്ല, കാരണം എനിക്ക് ഇവിടെ ഉപ്പ് വളരെ കുറവ് മതി, അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഉപ്പ് പോരെന്ന് തോന്നുന്നെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈയുടെ മേളിൽ. ഒരുപാട് പ്രസ് ചെയ്യരുത്, ഉടഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 150 ഗ്രാം അവലിൽ എനിക്കിത് ഇതുപോലുള്ള 14 ഉരുണ്ടകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വലുതായിട്ട് ഉരുട്ടുകയാണെങ്കിൽ എണ്ണം കുറയും. പക്ഷേ ഇപ്പോൾ ഈ ഒരു മീഡിയം സൈസിൽ ഉരുട്ടിയപ്പോഴത്തേക്ക് 14 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് പയ്യെ നമ്മൾ പറക്കി ഇട്ട് കൊടുക്കുക. തീ ഒരുപാട് ഹൈയിലും ആക്കണ്ട, ഒരുപാട് സിമ്മിലും ആക്കണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് അടിഭാഗമൊക്കെ നല്ല ബ്രൗണിഷ് ആയിട്ട് വരും. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു കുറച്ച് 2 ഭാഗവും മൊരിയുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ പലരും ഇത് കഴിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. നല്ല ചായക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്. അകത്ത് നല്ല സോഫ്റ്റാണ്. അവിലല്ലേ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്നത്, മുട്ടയും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റുമാണ്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റാണ്, പക്ഷേ പുറത്ത് ക്രിസ്പിയാണ്. അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം വീണ്ടും വരാം. ഹാവ് എ